അവകാശവാദം പോലെ തന്നെ കോഴിക്കോട് കടപ്പുറത്ത് ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിയായിരുന്നു മുസ്ലിം ലീഗിന്റെ വഖഫ് ഭേദഗതിക്കെതിരെയുള്ള മഹാറാലി. കടപ്പുറത്ത് അണിനിരന്നവർ നിയമത്തിനെതിരായി പ്ലക്കാർഡുകൾ ഉയർത്തി. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ വാദങ്ങൾ നടക്കുന്നതിനിടയിലായിരുന്നു കോഴിക്കോട്ടെ മഹാറാലി. സുപ്രീം കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അതിന്റെ സൂചനയാണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായതെന്നും സാദിഖ് അലി തങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞു. കോടതി വാദികളുടെ അഭിപ്രായങ്ങളെ കൂടുതൽ കേൾക്കുവാൻ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളത് തന്നെ ഈ നിയമത്തിന്റെ ഭരണഘടനാ വിരുദ്ധതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിനൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെയും വിമർശനമുയർന്നു. കുറുക്കന്റെ കണ്ണുമായി രാഷ്ട്രീയ ലാഭം നോക്കിയിരിക്കുകയാണ് പിണറായി സർക്കാർ എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം. ഇലക്ഷൻ വരെ മുനമ്പത്തെ പ്രശ്നം നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമം. നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ LDF തോറ്റു തുന്നമ്പാടുമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രസംഗത്തിൽ പറഞ്ഞു. രാജ്യത്തെ ന്യൂനപക്ഷം ഈ വഖഫ് നിയമത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുമ്പോ അതിനിടയിൽ ഇവിടെ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം നടത്തുന്ന ഒരു കേരള ഗവൺമെന്റ് ഉണ്ട്, നമുക്കറിയാം. BJP വഖഫിനെ കുറിച്ച് നുണപ്രചാരണം നടത്തുന്നുവെന്ന് കർണാടക മന്ത്രി കൃഷ്ണ ബൈരഗൌഡവ മലയാളത്തിൽ പറഞ്ഞത് സദസ്സിൽ ആവേശമുണ്ടാക്കി. BJP is spreading lies, lies, lies. നൂന പറയണ്ണു. അല്ലാം കള്ളം. അതേസമയം കോൺഗ്രസിൽ നിന്ന് ക്ഷണമുണ്ടായിരുന്ന VD സതീശനും പഞ്ചാബ് PCC അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജയും പരിപാടിക്കെത്തിയില്ല. VD സതീശൻ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് വരാതിരുന്നത് എന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. അമരീന്ദർ സിംഗ് രാജയുടെ സ്ഥാപനങ്ങൾക്കെതിരെ ED സമൻസ് നൽകിയെന്നും അതുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കൊണ്ടാണ് എത്താതിരുന്നതെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും വ്യക്തമാക്കി. തെലങ്കാന മന്ത്രി ധൻസാരി അനസൂയ സീതക്ക പരിപാടിക്ക് എത്തിയിരുന്നു. വഖഫ് ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ വാദങ്ങൾ നടക്കവെയാണ് കോഴിക്കോട് കടപ്പുറത്ത് ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് ലീഗ് സമരം സംഘടിപ്പിച്ചത്. മുഹമ്മദ് ഷഹീദിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.